ഹായ് ഫ്രണ്ട്സ്, 1/8/2025 നടന്ന HS എക്സാമിൻ്റെ കുറച്ച് ജനറൽ പേപ്പർ ഭാഗം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ 1891 സമ്മതപ്രായ നിയമം ഏജ് ഓഫ് കൺസെന്റ് ആക്ട് 1891 മായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതായത് ABC മാത്രം. അപ്പം അത് നമുക്ക് നോക്കാം. 1891 സമ്മതപ്രായ നിയമം നിലവിൽ വരുന്നതിനെതിരെ ദേശീയവാദിയായ ബാലഗംഗാധര തിലകൻ ശക്തമായി പ്രതിഷേധിച്ചു. രണ്ടാമത്തത്, ഫുൽമോണി ദാസ് എന്ന ബംഗാളി പെൺകുട്ടി ഭർതൃപീഡനത്താൽ മരിച്ചത് ബ്രിട്ടീഷുകാരെ ഈ നിയമനിർമ്മാണത്തിന് പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. പിന്നെ സി വരുന്നത്, ബെഹ്റാൻജി മലബാറി എന്ന സാമൂഹിക പരിഷ്കർത്താവ് ഈ നിയമനിർമ്മാണം നടത്തുന്നതിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ABC മാത്രമാണ് ശരി. നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്, അതായത് ഡി ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് രണ്ടാമത്തത് ഡി ആണ്. ശ്രീനാരായണ ഗുരു A3 ദൈവചിന്തനം, B1 ചട്ടമ്പി സ്വാമികൾ വേദാന്തിക നിരൂപണം, C4 ഗുണ്ടർട്ട് സ്മരണ വിദ്യ, പണ്ഡിറ്റ് കർപ്പൻ ലങ്കാമർദ്ദനം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ 1932 ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? അപ്പം മൂന്നാമത്തത് ആദ്യത്തെ ആൻസർ ആണ് ഗ്യാൻ ശ്യാംദാസ് ബിർള. അടുത്തത് നാലാമത്തെ ചോദ്യം, ചേരുംപടി തന്നെ. ചെങ്കുളത്ത് കുഞ്ഞിരാമൻ, ദേവ്ജി ഭീംജി, മൂർക്കോത്ത് കുമാരൻ, KC കുമാരൻ. അപ്പം നാലാമത്തിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഡി ആണ്. നാലാമത്തേൻ്റെ ഡി തന്നെ. A വരുന്നത് 2 കേരള കൗമുദി. ചെങ്കുളത്ത് കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് എന്താണ്? കേരള പത്രികയാണ് കേട്ടോ. അതായത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ കേരള പത്രിക, കേരള കൗമുദി അല്ല. കേരള കൗമുദി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KC കുമാരനാണ് കേരള കൗമുദി വരുന്നത്. ഡി ആണ് മൂന്നാമത്തത് വരുന്നത്. അപ്പോൾ ദേവ്ജി ഭീംജി അത് 1 കേരള മിത്രം. പിന്നെ സി നമ്മൾ പറയുന്നത് മൂർക്കോത്ത് കുമാരൻ, അത് വരുന്നത് നാലാമത്തതാണ്, മിതവാദി. മൂർക്കോത്ത് കുമാരൻ മിതവാദി. പിന്നെ അടുത്തത് KC കുമാരൻ കേരള കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 1948 എഴുതിയ പ്രസിദ്ധമായ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം സമൂഹത്തിലെ ഏത് ജനവിഭാഗത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു? അപ്പോൾ അത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് 3 മാത്രം. നിരാലംബകളുമായ അന്തർജനക്കാർ, സ്ത്രീകൾ, കൈത്തൊഴിലുകാർ എടുക്കാൻ പോകുമ്പോൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ. ഓക്കെ, ആറാമത്തത്, താഴെ പറയുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവന. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാന്റെ ഭരണം സ്ഥാപിക്കാൻ താലിബാൻ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാന് അനുവാദം നൽകി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ChatGPTയുടെ പൂർണ്ണരൂപം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അത് ബി ആണ്. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ
ജിഗ് എക്കോണമിയുമായി ബന്ധപ്പെട്ട ശരിയായത് തിരഞ്ഞെടുക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ. അത് എയും ബിയും മാത്രമാണ്. ഓക്കെ. ഗിഗ് അതായത് ജിഗ് സമ്പദ് വ്യവസ്ഥ ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്. മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം കൂടിയാണ്. ബി എന്ന് പറയുമ്പോൾ താൽക്കാലികമായോ അല്ലെങ്കിൽ പാർട്ട് ടൈം വിഭാഗത്തിലോ ആണ് ഈ മേഖലയിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത്. 9ാമത്തത് വരുന്നത് സി ആണ് ആൻസർ. അതായത് 3 മാത്രം, സി മാത്രം. ഈ നിയമത്തിൽ അതായത് താഴെ പറയുന്നതിൽ BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പം അത് സി ആണ്. ഈ നിയമത്തിൽ ഒരു പ്രത്യേകതയാണ് ചില കുറ്റകൃത്യങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവിലെ സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ടവർ ഡെ ഫ്രാൻസുമായി ബന്ധപ്പെട്ടത് ശരിയായതേത്? അപ്പോൾ 10 ബി ആണ് ആൻസർ. ABC അതായത് ഫുള്ള് ശരിയാണ്. അത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം കേട്ടോ. അതായത് താഴെ പറയുന്നതിൽ 1903 ആരംഭിച്ച 3 മുതൽ ആരംഭിച്ച ലോകത്തെ പ്രശസ്തമായ സൈക്കിൾ ഓട്ട മത്സരമാണ് ടൂർ ഡി ഫ്രാൻസ്. 2024 ടൂർ ഡി ഫ്രാൻസ് ആരംഭിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. അടുത്തത് ഫ്രാൻസ് ജനതയെ ഒന്നിപ്പിക്കുക എന്നത് ഈ മത്സരത്തിന്റെ ലക്ഷ്യവും കൂടിയാണ്. അപ്പം 10ാമത്തെ ആൻസർ ബി ആണ്. ABC 3 ശരിയാണ്. അടുത്തത് 11. താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെന്റിൽ നടപ്പിലാക്കിയത്? അപ്പോൾ 11ാമത്തേൻ്റെ ഉത്തരം പറയുന്നത് എ ആണ്. 106ാം ഭേദഗതി വനിതാ സംവരണ ബിൽ. 1917 അടുത്ത ക്വസ്റ്റ്യൻ. 1917 നടന്ന ബാൽഫോർ പ്രഖ്യാപനം താഴെ പ്രസ്താവിച്ച ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ 12ാമത്തത് വരുന്നത് ഡി ആണ് കേട്ടോ ഉത്തരം. ജൂതരാഷ്ട്ര രൂപീകരണം. 13ാമത്തത് ചേരുംപടിയാണ്. നമുക്ക് ആൻസർ നോക്കാം. എ ആണ് ആൻസർ. അതായത് A3. രാഹുൽ പണ്ഡിത 3. അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ്. അടുത്തത് 13ാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് B1. അംബേദ്കർ, BR അംബേദ്കർ അനിഹിലേഷസ് ഓഫ് കാസ്റ്റ്. അടുത്തത് C2 അമർത്യ സെൻ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. D4 രാമചന്ദ്രൻ ഗുഹ ഗാന്ധി ബിഫോർ ഇന്ത്യ. അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1986 വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 14ാമത്തേൻ്റെ ആൻസർ വരുന്നത് ബിയും ഡിയും മാത്രം. ദേശീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദേശീയ ഗവേഷണ സ്ഥാപനം രൂപീകരിക്കൽ. പിന്നെ അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ത്രിഭാഷാ പദ്ധതി രൂപീകരിച്ചു. 14 വരുന്നത് സി ആണ്. സിയിൽ ബിയും ഡിയും മാത്രമേ ഉള്ളൂ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഏജൻസിക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2 പ്രാവശ്യം ലഭിച്ചത്? അപ്പോൾ 15ാമത്തത് ഡി ആയിട്ട് വരും. UNHCR. അപ്പം അത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.